ലൈവ്. യെസ്. എന്താണ്, നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ആൻറ്റി ഉണ്ട്, ശോഭ ആൻറ്റി, എൻ്റെ ആൻറ്റിയാണ്. പിന്നെ ഫ്രണ്ട് രഞ്ജൻ. എന്താ പറയേണ്ടതെന്നൊരു പിടിയില്ല. ലൈവ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം, നമുക്ക് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. പാട്ട് ജാലക്കാരി വരി ഇടയ്ക്ക് ചിലപ്പോൾ തെറ്റായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നങ്കാണ് പെണ്ണെ നീ വറ്റും മേടവയിൽ കൊണ്ടേ ഞാൻ വാടും നേരത്ത്, പൊന്നാടെ നിൻ മനസ്സ് എള്ളോളം തെൻ കുറുമ്പ് നെള്ളാനത്ത് വീശും കോവൈക്കാറ്റിൽ ആടും നിൻ കൂന്തൽ എന്മേലാകെ മൂടാമോ നീ പെണ്ണാളെ പെണ്ണാളെ, ആരോ നീ ഊരും പേരും ഇല്ലെന്നായാലും ഞാൻ വല്ലാതെ പൊള്ളും കാര്യം നേരാണേ നേരാണേ. ജാലക്കാരി മായ ജാലക്കാരി, നീ എന്നുള്ളം കൊത്തി കാന്ത കണ്ണാ നോക്കി അന്നാൽ നീ ചിരിച്ചു മനസ്സിലാണ്. തന്നാൽ നീറി പിന്നൽ പലതാളുരുകി പിന്നാലല പോലലയാ എന്നാൽ കഴിയും വരെ ഞാൻ. ലൈവ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരൊക്കെയാ? നമ്മളാരെങ്കിലാണ് നമ്മുടെ പയ്യൻസ്. ആലം അഫ്രോസ KKKU ബിബിൻ എല്ലാ നാടും. സബന റിയാസ് പറഞ്ഞു സാഹിബ് ഒന്ന് പാടാമോ? ഈ മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ, മഴക്കാലം കടൽ കാറ്റിൻ സ്വരം തന്നു, ഇതളാർന്ന മാരിവില്ലിൻ ചിരിവീണ ചുണ്ടിലുണ്ടോ ഒരു സാന്ധ്യ മൗന ഗീതം എൻ സ്നേഹ സാധകം. സാഹേബ 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 സാഹേബ, ഇന്നേതു മേഘദൂത് കാത്തു നിൽപ്പൂ സാഹിബ, ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ, എന്നിലെ സാഗരം മൂകമായി വാനുവോ, പിന്നിലാ ചന്ദനം പെയ്ത നാൾ വിങ്ങിയോ. കൊള്ളാം കൊള്ളാം. ഈ പാട്ട് മഴവില്ലിൽ പാടിയപ്പല്ലേ ഭയങ്കര ഹിറ്റായി. പക്ഷെ ചേട്ടൻ ഫ്ലവേഴ്സിലും പാടിയിട്ടുണ്ടായി. അതിന്റെ ഒരു സ്റ്റോറി എന്ന് പറയാമോ? ശരിക്കും ഫ്ലവേഴ്സിൽ ഞാൻ അന്ന് 2018 തോന്നുന്നു ആ സമയത്ത് പാടിയത്. അന്ന് എനിക്ക് ആ പാട്ട് പാടിയതിൽ അത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അത് അന്ന് ഇച്ചിരി ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ പാട്ടൊന്ന് എവിടെയെങ്കിലും ഒന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു. അതായത് നമുക്ക് ഒരു ഫുള്ളായിട്ട് ഒരു എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലായിരുന്നു. അന്ന് ഫ്ലൂട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പാട്ട് പാടിയത്. അപ്പോൾ എനിക്ക് അത്ര ഒരു അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും
കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പാട്ടിലെ തരത്തിലൊരു ചാൻസ് കിട്ടിയപ്പോൾ ഈ പാട്ട് പാടി. അപ്പം അത് ഫുൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. അപ്പം അത് പാടാൻ പറ്റി. അത് ഇപ്പോഴും പല ആൾക്കാരും ഇപ്പം ഞാൻ ഷെയർ ചെയ്തതുപോലെ തന്നെ പല ആൾക്കാരും ഷെയർ ചെയ്ത് പല പേജസും ഒക്കെ ഷെയർ ചെയ്ത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് പുറത്തേക്ക് പോയാലും നമ്മള് ചേട്ടനെ തിരിച്ചറിയുന്നത്. നമ്മൾ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോയാലും അങ്കമാലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അതെ പാട്ടിനാണ് കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത്. ഒറ്റ പാട്ടാണ് അത്. അതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ട്, ആ ഒരൊറ്റ പാട്ട് മതി നമ്മളെ ആൾക്കാർ തിരിച്ചറിയാനായിട്ട്. അതിൽ വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞു. അന്ന് ഷൂട്ടിന് ആന്റി ഇല്ലായിട്ട് അന്ന് ഇല്ല, അന്ന് അമ്മ മാത്രമേ. അമൃതയില് വെച്ച് ഇത് മഴവില്ലായിരുന്നല്ലോ. പിന്നെ കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയാലോ? കമന്റ് പോയില്ലോ. ആന്റി ഒരു പാട്ട് പാടി. സമീർ സാർ ഹായ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹായ്. പിന്നെ നമ്മള് ലൈവ് ആദ്യമായിട്ട് വരുന്നുണ്ടോ, അതുകൊണ്ടൊരു സബന റിയാസ് സൂപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. പിന്നെ സബന വീണ്ടും ചേട്ടന്റെ വോയിസിലാണ് എനിക്ക് ഈ പാട്ട് കൂടുതൽ കേൾക്കാൻ ഇഷ്ടം. അതിന് സന്തോഷം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്ത് പാട്ടാ. ഇത് എങ്ങനെ വരുന്നുണ്ടോ നിന്റെ? എങ്ങനെ വരുന്നുണ്ടാവോ, ക്ലിയർ ആയിട്ടൊക്കെ വരുന്നുണ്ടോന്ന് അറിയില്ല. ഇനി ഫ്ലൂട്ടിലല്ലേ? ഫ്ലൂട്ടിൽ എന്തെങ്കിലും വായിക്കാം. ഇത് വായിക്കാം ഏതെങ്കിലും. കുറെ നന്നായി വായിച്ചിട്ട് ഈ പാട്ട്. തെറ്റി വന്ന് മേടിച്ചിട്ട്. ഗൗരി രാഹുൽ ബ്രോ സൂപ്പർ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. അരി ഒന്ന് ഉഷാറാണ്, ചിരിയുണ്ട്, ചിരിക്കാനുണ്ട്. ആന്റി പാട്ടിൽ ലയിച്ചിരിക്കുന്നു. ആന്റി ഒരു പാട്ട് പാടാമോ? അല്ല, അറിയാവുന്ന ഏതെങ്കിലും പാട്ട്. അപ്പൊ ഞാൻ കൂടി സപ്പോർട്ട് ചെയ്യാം. ഹെൽത്ത് ഓക്കെ ആയോ സബിന? ഹെൽത്ത് ഓക്കെ ആയോന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം.
പിന്നെ നമ്മുടെ കാര്യങ്ങൾ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന്. ഓക്കെ. എനിക്കൊന്നും പറ്റില്ല കേട്ടോ. സത്യം ലൈവ് വന്നപ്പോ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈവ് ആദ്യമായിട്ട് പറഞ്ഞു, അതിന്റെ ഒരു നെർവസ്നെസ് ഉണ്ട്. ശ്യാം ഹായ്. ഹായ്. ഷബ്ന ഗോഡ് ബ്ലസ് യു. പിന്നെ ശ്യാം വീഡിയോ അയച്ചു തരാമോ? വീഡിയോ എന്തിനാണോ? പിന്നെ അമ്പോ അടിപൊളി. രഞ്ജിത്ത് ഞാനോ? അത് വേറെ രഞ്ജിത്ത്. രഞ്ജിത്ത് ആർക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എന്റെ അക്കൗണ്ടിൽ
രഞ്ജിത്ത എന്താടാ? അടുത്ത ഏതോ കേട്ടാ ഒരു പുഷ്പം അത് പാടി. ഞാൻ ഒടുവിൽ നീ എത്തുമ്പോ ചോദിക്കുവാൻ ഒരു ഗാനം മാത്രമായി ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ പാടിത്തരാം. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ അതിഗൂഢമെന്നോടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ അതിഗൂഢമെന്നോടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ. മമ സഖി നീ എന്നോ വന്നു ചേരും. മമ സഹിനി എന്ന് വന്നു ചേരും. മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. മമ സഖി നീ എന്ന് വന്നു ചേരും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിത്തരാം. ഒരു ഗാനം മാത്രമാ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഇനി അടുത്ത പിന്നെ ആന്റി ഒരു പാട്ട് കൂടെ വരുന്നല്ലോ, മറ്റേ കവിത. അത് പാടിക്കേ. കവിതയോ? എന്തോ ഒരു ആന്റി ഒരു കവിത എനിക്ക് പാടി തന്നായിരുന്നല്ലോ കൊണ്ട്. ഒരു പാട്ട് പാടിയായിരുന്നു, ഓർക്കുന്നില്ല. നേരത്തെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊന്ന് പ്രിപ്പയർ ആയാലോ. അടുത്ത പ്രാവശ്യം നമുക്ക് പ്രിപ്പയർ ആയിട്ട് വരാം. അതെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് ലൈവ് വന്നത്. ഫേസ്ബുക്കിൽ നേരത്തെ മറ്റേ ലോക്ക്ഡൌൺ സമയത്തൊക്കെ കുറെ വട്ടം പോയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടെന്ന് ഹൃദയവാഹിനി എന്നുള്ള പാട്ട്, അത് രണ്ടുപേരെ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി. മധുര സ്നേഹ തരംഗിണിയാം കാലമിയാകാശ ഗോപുര നടയിൽ കൽപ്പനകൻ കളകാഞ്ചികൾ തീർത്തു. കൽപ്പനതൻ കളകാഞ്ചികൾ മിന്നി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്മേര തരംഗിണിയായി. മധുര സ്മേര തരംഗിണിയായി. കാലമമാകാശ നൂപുര നടയിൽ. കാലമമാകാശ നൂപുര നടയിൽ കൽപ്പന തൻ
കളകാഞ്ചികൾ മിന്നി. കമന്റ്സ് ഒന്ന് വെച്ചാ ഒത്തിരി പോയിട്ടുണ്ട്. നോക്കട്ടെ. ആന്റിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. മിസ് യു മിസ്ഡ്. I missed all. ഇത് അടിപൊളി. അർജുൻ ദാസ് മച്ചാനെ നമ്മൾ ആരെങ്കിലും ഷാഹിൻ ജോയിൻ ചെയ്യാനായിട്ട് മച്ചാനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കായിരുന്നു. മച്ചാൻ അടിപൊളി. അർജുൻ ദാസ് സാഗരി സനി സാഗരി സനി സഗരി സനി സഗരി സനി സഗരി സനി അല്ല സഗരി സനി നിസനി സഗ മോഹം കൊണ്ടു ഞാൻ. പിന്നെ അഭിനു ഹിയർ നന്നായിട്ടുണ്ട്. കാവേരീസ് ഹായ്. കാവേരി നമ്മുടെ മറ്റേ അമ്മുവാണ് ഒന്നിട്ടുണ്ട്. ഹായ് കൊടുക്കുക. ഹായ്. PNK പോയി. പിന്നെ എനിക്ക് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടോക്ക് ബാക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ടോക്ക് ബാക്ക് ഓഫാക്കി വെച്ചേക്കുക. അത് ഞാൻ എങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. ഇതിപ്പോൾ ലൈവ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം ആ സാഹസം നിർത്തിക്കാം. ഷംനാസ് അറിയോ? ഷംനാസ് പടപ്പനാൽ അറിയോ? ഒരു ലോക്ക്ഡൗൺ സമയത്തുണ്ടായിരുന്ന ഒരു ഷഹനാസ് ആണോ ഷംനാസ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ആ സമയത്ത് ഒരു പോഡ്കാസ്റ്റ് എന്തോ ചെയ്ത പോലെ. അതാണോ അറിയില്ല കേട്ടോ. അതാണോ റേഡിയോ പോഡ്കാസ്റ്റ് എന്തോ ചെയ്ത പോലെ എനിക്കൊരു ഓർമ്മ. PNK പോയി. ഞാനും ഒരു അടൂർക്കാരനാണ്. അടിപൊളി. ഞാനും രാഹുൽ ഏട്ടാ പോയി. ആരടാ? SKT W. പിന്നെ ആർക്കെങ്കിലും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് പാട്ടൊക്കെ പാടണമെങ്കിൽ പാടാൻ കേട്ടോ. ജോയിൻ ചെയ്യിപ്പിക്കണം എങ്ങനെയാ? ഞാൻ നോക്കാം. വീഡിയോ ഇത് കാണിക്കുന്നുണ്ട്. അത് കൊടുത്തു നോക്കിയാലോ? അയ്യോ വീഡിയോ ഓഫ് ആയി പോയി. സോറി. അതല്ല, അത് അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണോ? പിന്നെ നമ്മുടെ പാട്ടുകാരെങ്കിലും ഉണ്ടോ നോക്കിയാൽ നമുക്കും കൊടുക്കാം. ആടെ മോഡറേറ്റർ എന്നുള്ള സംഗതിയാണോ? ആ ആടെ മോഡറേറ്റർ ആരെ സജസ്റ്റ് ചെയ്യണേ? ഞാൻ അതേട്ടാ അതായിരിക്കും ഞാൻ വിചാരിക്കാം. ലൈവ് വന്നവരെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നിലവിൽ ലൈവ് ഉള്ളവർ 4 പേരുണ്ട്. ആരെങ്കിലും പാടുന്നവർ ആരൊക്കെയാ നോക്കി? സ്വീറ്റി ദേവദത്തൻ, സച്ചിൻ ഷാജി, വോൾസൺ. PNK മറ്റേ സംഗതി പറഞ്ഞു. ഞാനിപ്പോ വർക്കലയിലാണ്. ഞാനും വർക്കലയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ തിരുവനന്തപുരമായിരുന്നു തട്ടകം കുറച്ച് നാളൊന്നും സ്കൂളിംഗ് ഒക്കെ അവിടെ ആയിരുന്നു മൊത്തത്തിൽ. സീറ്റ് രാഹുലേട്ടൻ വീട്ടിലാണോ ചോദിക്കുന്നുണ്ട്. സീറ്റ് രാഹുലേട്ടൻ വീട്ടിലാണോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടിലാണ്. ഇപ്പൊ വീട്ടിലാന്ന് വെച്ചാൽ അടൂരല്ല, എറണാകുളത്ത്. ശരിയാണോ? രാത്രി 8:10 ശരിയാണോ? ആയിരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്തേ. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ. സ്വരരാഗ സുന്ദരിമാർക്കു വെളിയിൽ വരാൻ എന്തൊരു നാണം. വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നെൻ ഗാനം
ഗാനം കേൾക്കാം. എനിക്കിഷ്ടപ്പെട്ട ഫീമെയിൽ പാട്ടുകൾ ഒന്ന് നീ ഒരു പാട്ട് പഠിക്കണം. ബേബി സാറിനെ കാണാൻ പോയിരുന്നു. ഇടയ്ക്ക് പോകാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി കണ്ടിട്ട്. ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. മാഷിങ്ങോട്ട് വരാറുണ്ട്, വീട്ടിലേക്ക് വരാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിരുന്നുള്ളൂ. ലൈജു പോൾസൺ സാഹിബ രണ്ടുപേരി ഞാൻ പാടിയായിരുന്നു. ഒന്നുകൂടെ മൊഴിച്ചെപ്പിൻ തളിർ മോഹം വരം കേൾക്കേ നിൻ മിഴിക്കുമ്പിൽ കുടീർനാളം തലോടും നാൾ അലിവാർന്ന നോവ് പാട്ടിൻ തെളിവാർന്ന വാക്കിലുണ്ടോ ഒരു കാവ്യരാഗ ശില്പം എൻ പ്രാണസങ്കടം സാഹിബ 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 ഇന്നേതു മേഘദൂത് കാത്തു നിൽപ്പൂ സാഹിബ ഇന്നേതു ലോലഗാനം പാടി നിൽപ്പൂ എന്നിലെ സാഗരം മൂകമായി വാർന്നുവോ പിന്നിലാ ചന്ദനം പെയ്ത നാൾ വെങ്ങിയോ. അതാണ്. പിന്നെ മറിയാമ്മ കുര്യൻ. രാഹുൽ കുട്ട അറിയുമോ ലിബിന്റെ ആന്റി ഒരു പാട്ട് പാടാമോ? ആ പാടാമല്ലോ. ലിബിന്റെ ആന്റി, ലിബിൻ ഇന്നലെ 2 ദിവസം മുമ്പ് തന്നെ വിളിച്ചായിരുന്നു കേട്ടോ. 3-4 ദിവസം മുമ്പ്. ഏത് പാട്ടാ പാടണ്ടേ? പഴയൊരു പാട്ട് പാടാം. ജയിച്ചെന്ന സാറിന്റെ അനുപല്ലവി എങ്ങനെയായിരുന്നു? നല്ല പാട്ടായിരുന്നു. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി, ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിടുന്നു, ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിടുന്നു. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി, കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി, കടത്തുവള്ളം യാത്രയായി യാത്രയായി, കരയിൽ നീ മാത്രമായി. ഇനി ജയലക്ഷ്മി സുർമ എഴുതിയ മിഴികൾ പാടിയാവില്ലേട്ടോ. ജയലക്ഷ്മിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ ഫുൾ ബിസിയാണെന്നുള്ള ഞാൻ അറിഞ്ഞത്. സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ
സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുരത്തെ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ ജാലകത്തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ കരളിലെറിയുവതെന്തിനോ സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. നിന്റെ പാട്ടോ പുലി പതുങ്ങുന്നുണ്ട് പഴയ മെസ്സേജുകൾ വായിക്കാനും പുതിയ റെഡിയാക്കാനും. ബ്രോ ഇച്ചിരി തിരക്കാ, പോവാ കേട്ടോ. PNK പോയി. ഓക്കെ, നമുക്ക് പിന്നെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇന്നിങ്ങനെ ലൈവ് വന്നത്. ജയലക്ഷ്മി കഴിഞ്ഞു രാഹുൽജി തിരക്ക് ബിസി കഴിഞ്ഞു. ബിസി കഴിഞ്ഞു. ഓക്കെ, ജയലക്ഷ്മി വാ, നമുക്ക് ജോയിൻ ചെയ്യാം. അരെ വാ, വരൂ. ഒരു പാട്ട് കേട്ടോ. ഒരു പാട്ട്, ഞാനൊരു പാട്ട് പാടാം. പാടിക്കാം. സമയം അങ്ങനെ നമ്മൾ അവരെ ബോറടിപ്പിക്കരുത്. പാട്ട് പാടണം, അല്ലെങ്കിൽ എനിക്ക് കാണാതെ അറിയാത്തോണ്ട് വരികൾ കിട്ടി. സാഗരങ്ങളെ പാടാം. സാഗരങ്ങൾ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ പോരു നീ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ, ഒന്നിളവേൽക്കൂ. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ പിന്നിലാവിന്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, പിന്നിലാവിന്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. ഇന്നത്തെ വരി ഉണ്ടായിരുന്നു. ഏതാ? ഏത് പഠിച്ച്? സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, പോരു. അത് പഠിക്കും. പോരു നീയൻ
ലോലമാമി. ലോലമാമി ആരാ? മേഘതാരേ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളേ. മഴത്തുള്ളി കനവുകൾ. എനിക്ക് പണ്ട് ഞാൻ 10 വർഷം മുമ്പ് കേട്ട പാട്ടാണ്. ആ സമയത്ത് പാട്ട് അങ്ങനെ ഹിറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ലൊരു പാട്ടാണ് ജയചന്ദ്ര സാറിന്റെ. മഴത്തുള്ളി കനവുകൾ കിലുകിലെ ചിരിക്കുന്ന മണിച്ചിലം പണിയുന്നതാരു അങ്ങനെ പാട്ടുണ്ടായിരുന്നില്ലേ? അതേതൊരു പാട്ടില്ലേ? അതേപോലെ ആ മൂടുള്ള വേറൊരു പാട്ടുണ്ടായിരുന്നു. നല്ല മാമ്പൂപ്പാടം പൂത്തടി പെണ്ണെ കുഞ്ഞു മഞ്ഞ കിളി കണ്ണെ കണ്ണാരെ മഞ്ഞണിഞ്ഞ മാൻകുരുന്നേ നിന്റെ ഞാവൽ തോട്ടം കായ്ക്കണ കാലം തത്തമ്മയ്ക്ക് താലി കെട്ട് ഓവാലോ മുക്കുത്തിക്ക് മുത്ത് കുരുക്കാം. അങ്ങനെ കുറെ ആ സമയത്ത് എം ജെ സുമൻ സാറിന്റെ പറയുന്നത് സെയിം പാറ്റേൺ. എന്റെ അമ്മ അതൊന്നും ഹലോ ആ ലൗഡ് സ്പീക്കർ ഇട്ടേ. ഞങ്ങള് വീട്ടില് ഞങ്ങള് വീട്ടില് ആണല്ലോ ആണല്ലേ വീട് കാണിച്ചെടുത്തോ തിന്നാന്ന് ചുടാനൊരു ശ്രമം നടത്താം. ആന്റി ചുട്ട് തരും. ആന്റിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ. അമ്മ ഇല്ലാത്ത കാരണം ഞാൻ അമ്മ ഞങ്ങളെ വേണമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ലൈവ് പോയി നോക്കി. സ്വന്തം വീട് കണ്ടിട്ട് മനസ്സിലാവും. ശ്രീകുട്ടിയോ? ഇവിടെ എന്നാ എന്റെ പ്രേക്ഷകർ വെയിറ്റിംഗ് ആണ്, ഞാൻ വിളിക്കാം. അമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറ, ഞങ്ങളിപ്പോ പാടും. മതിയോ? അത് പിന്നെ കേട്ട് കാണത്തില്ല. ഫ്ലൂട്ട് ചിലപ്പോ അങ്ങനെ ഫ്രീക്വൻസി പ്രശ്നമുണ്ട്. ലൈവ് എടുത്ത് കണ്ടാ മതി. നോക്കടാ കമന്റ്സ് നോക്ക്. ആന്റി അന്നേരം ഒരു പാട്ട് കണ്ടുപിടിക്കാനോ? കൊടുത്തിട്ടുണ്ട്. പിന്നെ PNK പോയി നേരത്തെ കുറച്ച് മുന്നത്തെ പോകാനും തോന്നുന്നില്ല.
ഇപ്പൊ എത്തവിടെ ചെറുപ്പുറത്തേക്ക് നിന്നോ? ഉണ്ടോന്നു പറയാനുണ്ട്. ഇവിടെ ഇത്തിരി റേഞ്ചിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടത് തുടങ്ങിയത് തന്നെ. കാർക്കുഴലേ പൂങ്കുരുവേ കിണ്ണാരം കേട്ടോ നീ ആരോടും മിണ്ടല്ലേ. മണിച്ചേട്ടന്റെ ഒരു പാട്ട്. എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും പോന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, വെയിലത്തും മഴയത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നിട്ടും നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും പോന്നോട്ടെ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും ഞാനായിടത്തും നീ പാറില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അതാണ് ആ പാട്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യാം. ഞങ്ങളൊരു ടെസ്റ്റിംഗ് നടത്തിയതാണ്. ഇടയ്ക്ക് ഇനി നമുക്ക് ഈ സംരംഭം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൂടാം. ഇങ്ങനെ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടാം. ഒന്ന് നോക്കിയുടെ ലാസ്റ്റ് കമന്റ്സ്. കമന്റ്സിനാണ് പൈസ. കമന്റ്സിൽ അവർക്ക് പൈസ അയച്ചു.